നമസ്കാരം. ഒരാവേശത്തിൽ തുടങ്ങി വെച്ച് പോയതാണെങ്കിലും ഇപ്പോൾ കയ്യിലൊതുങ്ങാത്ത വിധം യുദ്ധത്തിന്റെ പിടിവിട്ട് നട്ടം തിരികെയാണ് ബെഞ്ചമിൻ നെതന്യാഹു. അതിനിടയിലാണ് ഇറാൻ അതിന്റെ പ്രതിരോധ ചെലവുകൾ വർദ്ധിപ്പിച്ചു എന്ന വാർത്തകളും പുറത്തു വരുന്നത്. അത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അത് കൂടുതൽ കാര്യങ്ങൾ പ്രതിരോധത്തിലേക്കാണ് വീണ്ടും കൊണ്ട് എത്തിക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതിന്റെ ഫലമായി തന്നെ ഇറാൻ ജൂതരാഷ്ട്രത്തിന്റെ ഏറ്റവും വലിയ ഭീഷണിയായി തുടരുമെന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഇപ്പോൾ തുറന്നു പറഞ്ഞിരിക്കുകയാണ്. പ്രതിരോധ ചെലവുകൾക്കായി ശുപാർശകൾ നൽകുന്ന നഗൽ കമ്മിറ്റി കൂടുതൽ അവലോകനത്തിനായി റിപ്പോർട്ടുകൾ, അവരുടെ കണ്ടെത്തലുകൾ ഉൾപ്പെടെ അടങ്ങിയ റിപ്പോർട്ടുകൾ നെതന്യാഹുവിനും പ്രതിരോധ മന്ത്രിക്കും ധനമന്ത്രിക്കും സമർപ്പിച്ചിരിക്കുകയാണ്. ഇസ്രയേലിന്റെ എക്കാലത്തെയും ഏറ്റവും വലിയ ഭീഷണിയായ ഇറാനെയും അതിന്റെ പ്രോക്സികൾക്കെതിരെയും ശക്തമായി പിടിച്ചു നിൽക്കാൻ രാജ്യം ശ്രമിക്കുന്നതിനായും നെതന്യാഹു പറയുന്നുണ്ട്. അപ്പോൾ തന്നെ ഗാസയിൽ കാര്യമായ പ്രഹരം സൃഷ്ടിക്കാൻ ശ്രമിച്ച ഇസ്രയേലിന് ഇറാന്റെ കയ്യിൽ നിന്നും മുട്ടൻ പണിയാണ് കിട്ടിയത്. ഇപ്പോഴും ഇറാന്റെ ഭീഷണിയിൽ തന്നെയാണ് തങ്ങളെന്ന് തുറന്ന് സമ്മതിച്ചിരിക്കുകയാണ് ഇസ്രായേൽ. ഇറാന്റെ സൈനിക സഖ്യകക്ഷികളിൽ നിന്നുള്ള ഭീഷണി, ആ ഭീഷണി എന്ന നിലയിൽ ഒരു നിലനിൽപ്പ്, അവിടെ ഒരു ഭീഷണി നിലനിൽക്കുന്നുണ്ട് എന്ന് ഇസ്രായേൽ തന്നെ തുറന്നു പറഞ്ഞിട്ടുണ്ട്. അധിക ശത്രുക്കളിൽ നിന്നുള്ള ഭീഷണികൾ ഉയരുന്നത് തടയാൻ തങ്ങൾ തയ്യാറെടുപ്പുകൾ നടത്തുന്നുണ്ടെന്നും ഇസ്രായേൽ വ്യക്തമാക്കുന്നുണ്ട്. എങ്കിൽ പോലും അമേരിക്കയുടെ ഒത്താശയിൽ നടപ്പിലാക്കിയ ഇസ്രായേലും ഹിസ്ബുള്ളയും തമ്മിൽ 60 ദിവസത്തെ വെടിനിർത്തൽ നിലവിൽ വന്നിട്ടുണ്ട് എങ്കിലും നിരവധി ലംഘനങ്ങളാണ് ഇസ്രയേലിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. അതിനിടയിൽ രാജ്യങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ട ഇസ്രയേലിന്റെ പ്രതിച്ഛായ വീണ്ടും മിനുക്കിയെടുക്കാനുള്ള ഒരു ശ്രമങ്ങളിൽ കൂടിയാണ് ഇസ്രയേൽ ഇപ്പോൾ ഒരു നീക്കം നടത്തുന്നത്. ഗാസയിൽ അഴിഞ്ഞാടിയ ഇസ്രയേലിന്റെ വംശഹത്യയിൽ ഒരുപാട് നാശനഷ്ടങ്ങളാണ് രാജ്യത്തിനുണ്ടായത്. ഇതിനെ മറികടക്കാൻ പൊതു നയതന്ത്രത്തിനായുള്ള വാർഷിക ബഡ്ജറ്റ് $150 മില്യൺ വർദ്ധിപ്പിച്ചിരിക്കുകയാണ് ഇസ്രയേൽ ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. ഇത് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് 20 മടങ്ങ് അധികമാണ്. ഇസ്രയേലിന്റെ നയങ്ങൾക്കും അതോടൊപ്പം അവരുടെ പ്രവർത്തനങ്ങൾക്കുമെതിരെ ആഗോളതലത്തിൽ ഉയർന്നു വന്ന പ്രതിഷേധങ്ങളെ ചെറുക്കാനുള്ള വിപുലമായ ശ്രമത്തിന്റെ ഭാഗമാണ് ഇപ്പോൾ ബജറ്റിലുണ്ടായ ഈ കുതിപ്പച്ചാട്ടമെന്ന് തന്നെ പറയാം. ഹമാസുമായി നടത്തുന്ന യുദ്ധത്തിൽ കാര്യമായ വെല്ലുവിളികൾ നേരിടേണ്ടി വന്നെങ്കിലും ലോകത്തിനു മുന്നിൽ വെള്ളപൂശി കാണിക്കാനുള്ള ഇസ്രയേലിന്റെ തീരുമാനം എത്രത്തോളം നാണം കെട്ടതാണെന്ന് പറയാതെ വയ്യ. പൂർണ്ണ തയ്യാറെടുപ്പുകളോടെ ശത്രുവിന്റെ വരവിനായി കാത്തിരിക്കുകയാണ് ഇറാൻ. ഇനിയും ഒരു ആക്രമണത്തിന് ഇസ്രയേൽ മുതിർന്നാൽ സർവനാശമായിരിക്കും ഫലമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. എല്ലാവിധ പ്രതിരോധ പ്രവർത്തനങ്ങളാലും ഇറാൻ സൈന്യം സജ്ജമായിരിക്കുകയാണ്. ഇസ്രയേലിന്റെ ഒരു വരവ് കത്ത്. ആക്രമണത്തിന്റെ ഒരു സൂചന ലഭിച്ചാൽ പോലും അതിന് ഇസ്രയേലിന് ലഭിക്കുന്ന മറുപടി വലുതായിരിക്കും. ഇസ്ലാമിക റിപ്പബ്ലിക് ഓഫ് ഇറാന്റെ പരമാധികാരി അതുമായി ബന്ധപ്പെട്ട, അതായത് ഇറാന്റെ പരമാധികാര കാര്യത്തിനായി എത്തുന്ന ഏത് ഭീഷണികളെയും സായുധ സേന ശക്തമായി തന്നെ നേരിടുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. സൈനിക വിദഗ്ധരുടെ അഭിപ്രായത്തിൽ സൈന്യത്തിന്റെ ഈ പ്രാവീണ്യം രാജ്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സൈനിക നേട്ടങ്ങളിലൊന്നായി കണക്കാക്കപ്പെടുമെന്ന കാര്യത്തിലും സംശയമില്ല. ഇസ്രയേലിന്റെ വരവും കാത്ത്, ഇസ്രയേൽ പട്ടാളത്തിന്റെ ബോട്ടിന്റെ കാലൊച്ച കാത്ത് ഇറാൻ സൈന്യം സർവ്വ സജ്ജമായിരിക്കുകയാണ്. അതിർത്തി കടന്നെത്തിയാൽ ഉടനെ തന്നെ ഇറാൻ ഒരു ലോക യുദ്ധം തന്നെ ആരംഭിക്കും.